മോഹൻലാലിനെ നായകനാക്കി 2018 VA ശ്രീകുമാർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഒടിയൻ. അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആദ്യ ചിത്രവും ഒടിയൻ തന്നെയായിരുന്നു. വലിയ ഹൈപ്പിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ തകർന്നടിയുകയായിരുന്നു. സിനിമ റിലീസ് ചെയ്തിട്ട് 6 വർഷം പൂർത്തിയാക്കുകയാണ്. ഇപ്പോൾ ഇതാ സംവിധായകൻ VA ശ്രീകുമാർ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധേയമാകുന്നത്. ഒടിയൻ റിലീസ് ചെയ്തിട്ട് 6 വർഷം കഴിഞ്ഞിട്ടും തകർക്കപ്പെടാത്ത പല റെക്കോർഡുകളും അവശേഷിക്കുന്നുണ്ട് എന്നാണ് സംവിധായകൻ കുറിച്ചത്. മോഹൻലാലിന്റെ വമ്പൻ കട്ടൌട്ടിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു കുറിപ്പ്. ഒടിയൻ ഇറങ്ങിയിട്ട് 6 വർഷം, തകർക്കപ്പെടാത്ത റെക്കോർഡുകളുമായി ഒടിയൻ ഇപ്പോഴും തലയുയർത്തി നിൽക്കുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയരം കൂടിയ ലാലേട്ടന്റെ കട്ടൌട്ടാണ് അന്ന് മോഹൻലാൽ ഫാൻസ് തൃശൂർ യൂണിറ്റ് തൃശൂർ രാഗത്തിൽ സ്ഥാപിച്ചത് എന്ന് VA ശ്രീകുമാർ കുറിച്ചു. പോസ്റ്റിന് താഴെ നിരവധി മോഹൻലാൽ ആരാധകരാണ് കമന്റുമായി എത്തിയത്. എന്നാൽ സംവിധായകനെതിരെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റും വന്നിരുന്നു. ഫാന്റസി ത്രില്ലർ ചിത്രത്തിൽ മഞ്ജു വാര്യർ ആയിരുന്നു നായികാവേഷം കൈകാര്യം ചെയ്തത്. പ്രകാശ് രാജ്, സിദ്ദിഖ്, ഇന്നസെന്റ്, നരേൻ, സന അൽത്താഫ് തുടങ്ങിയവരാണ് മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ ആയിരുന്നു ചിത്രം നിർമ്മിച്ചത്. ഷാജി കുമാർ ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന്റെ എഡിറ്റിംഗ് ജോൺ കുട്ടിയാണ് ചെയ്തത്. സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സാം CS-ഉം സംഗീത സംവിധാനം M ജയചന്ദ്രനും ചേർന്നാണ് നിർവഹിച്ചത്. പുലിമുരുകനിലെ സംഘടന രംഗങ്ങൾ ചെയ്ത പീറ്റർ ഹെയ്ൻ തന്നെയായിരുന്നു ഒടിയനിലെയും ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്തത്. സിനിമയിൽ മാണിക്യൻ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത്. മോഹൻലാൽ അതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു ഒടിയനിലെ മാണിക്യൻ. അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന് വേണ്ടിയുള്ള മേക്ക് ഓവർ പോലും പ്രേക്ഷകരെ ഞെട്ടിച്ചിരുന്നു. എങ്കിലും സിനിമ വിചാരിച്ച രീതിയിൽ വിജയിച്ചിരുന്നില്ല. മോഹൻലാലിന്റെ ഒരു വ്യത്യസ്ത കഥാപാത്രം എന്നല്ലാതെ സിനിമയെ പറ്റി ആരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നില്ല. മേക്ക് ഓവർ പോലും പല പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടില്ല. ശ്രീകുമാറിന്റെ പോസ്റ്റിന് താഴെ ഇതിനോടകം നിരവധി പേരാണ് കമന്റുമായി എത്തിയിരിക്കുന്നത്. പല വിധത്തിലുള്ള കമന്റുകളാണ് വന്നിരിക്കുന്നത്. അടുത്ത പടം എന്നാണെന്നാണ് ചിലരുടെ ചോദ്യം. മറ്റു ചിലർ മോഹൻലാലിനെ അന്നാണ് പ്രേക്ഷകർക്ക് നഷ്ടപ്പെട്ടതെന്നും പറയുന്നു. 53 കോടി രൂപയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്. 23 രാജ്യങ്ങളിൽ ഒരേ സമയം ആദ്യം റിലീസ് ചെയ്ത മലയാള സിനിമ ഒടിയനാണെന്നാണ് അദ്ദേഹം മുൻപൊരിക്കൽ പറഞ്ഞിരുന്നത്. വലിയ ഹൈപ്പ് കൊടുത്തിറങ്ങുന്ന സിനിമകൾ ചിലപ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇവിടെയും ചിലപ്പോൾ അതുതന്നെയായിരിക്കാം സംഭവിച്ചത്. നിരവധി ട്രോളുകളും സൈബർ ബുള്ളിങ്ങും ഒക്കെ നേരിട്ടിട്ടും സംവിധായകൻ എന്ന നിലയിൽ ആ ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ഇന്നും സംതൃപ്തനാണ്. അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങൾക്കു ശേഷം ഇങ്ങനെയൊരു പോസ്റ്റുമായി അദ്ദേഹം രംഗത്തെത്തിയത്. സ്ക്രിപ്റ്റിന് നേരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നില്ല. അത് എക്സിക്യൂട്ട് ചെയ്ത രീതിയെയാണ് പ്രേക്ഷകർ വിമർശിച്ചിരുന്നത്. എന്തൊക്കെയായാലും ഒടിയനിലെ മാണിക്യൻ എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ മറക്കില്ല എന്നതാണ് സത്യം. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.